ഇന്നിപ്പോ രാവിലെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയെ കാണാൻ വന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു പിറന്നാളുകാരനെ കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണോ? ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രഹസ്യമായിട്ടൊന്നല്ല, പിന്നിപ്പോ ഇലക്ഷന്റെ ഒരു തിരക്കൊക്കെയാണല്ലോ. അപ്പൊ പിന്നെ പോലും ചെയ്തോ ഇത്? അങ്ങനെ മറന്നൊന്നും പോയിട്ടില്ല. കാരണം ഇന്നലെ വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചിരുന്നു. രാത്രി കുറച്ച് നേരത്തെ വിളിച്ചു കഴിഞ്ഞപ്പോ ഇന്ന് ബർത്ത്ഡേയും നാളും ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറന്നു പോകേണ്ടതാണ്. കാരണം ഇലക്ഷന്റെ അത്രയും ഹെക്ടിക് ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് ഇലക്ഷൻ ആയപ്പം മറന്നു പോകേണ്ടതാണ്. പക്ഷെ വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മയുണ്ടായി. ഈ എങ്ങനെയാ സാധാരണ പിറന്നാൾ ദിവസമൊക്കെ? സാധാരണ പിറന്നാൾ ദിവസം എല്ലാ ദിവസവും പോലൊക്കെ തന്നെയുള്ളൂ. വീട്ടിലാണെങ്കിൽ ചെറിയ സദ്യ ഉണ്ടാവും. പിന്നെ നാട്ടിലാവുമ്പം നാട്ടിൽ നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം കൂടെ വന്നിട്ട് കേക്ക് മുറിയൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ വലിയൊരു ആഘോഷമൊന്നുമില്ല. ഇപ്പൊ അമ്മയുടെ ഒരു പിറന്നാൾ സദ്യ മിസ് ചെയ്യോ? ഇല്ല, അങ്ങനെ എല്ലാ വർഷവും അത് കഴിയലില്ല. ഞാൻ എല്ലാ വർഷവും പിറന്നാളിന് വീട്ടിലുണ്ടാകുന്നൊരു സാഹചര്യം ഇല്ല. വീട്ടിലുണ്ടെങ്കിൽ ഒരു സദ്യ ഉണ്ടാവും. സാധാരണ എല്ലാ വർഷവും ഉണ്ടാകലില്ല. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ട് വീട്ടിലുണ്ടാകൽ തന്നെ വളരെ കുറവാണ്. 1-2 വർഷം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വർഷവും പുറത്തൊക്കെ തന്നെ ആയിരുന്നു. ഇന്നിപ്പോ പിറന്നാൾ പരിപാടികൾ എന്തെങ്കിലും? അന്ന് പിറന്നാൾ പരിപാടികളൊന്നുമില്ല. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒന്ന് വന്ന് വീണ്ടും ഫ്രഷ് ആവാൻ വന്നതാണ്. അപ്പൊ വന്നിട്ടൊന്ന് രാവിലെ ഭവന സന്ദർശനങ്ങളാണ്. അപ്പം പിറന്നാൾ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. ഒരു രാഷ്ട്രീയം കൂടി ചോദിച്ചാൽ, ഈ മൂന്നാമതാകുമോ BJP? അങ്ങനെ ഒരു കണക്കിലേക്ക് ഇപ്പൊ കെ മുരളീധരനൊക്കെ പറയുന്നതുകൊണ്ട് ചോദിക്കണം. അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയം ജനകീയ വിഷയമൊക്കെ പറയാനുള്ള അവസരം കിട്ടി. നമുക്കത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പരമാവധി ഫ്ലോ അവരുടെ പാർട്ടിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് എഴുതിയിട്ടാണല്ലോ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം പോലും കൊടുക്കാതിരിക്കുന്നത്. അപ്പം ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ തന്നെ CPM നോക്കൂ, കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പായിട്ട് CPMന്റെ വോട്ട് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഇടിയുന്നതിന് ആനുപാതികമായിട്ട് ഇവിടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ അങ്ങനൊരു ഫ്ലോ തടയാനുള്ളൊരു മാർഗം ചിഹ്നമായിരുന്നു. ആ ചിഹ്നം കൂടി ഒഴിവാക്കിയ സ്ഥിതിക്ക് അത് അവര് പോലും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ ചിഹ്നം ഇടിയുമ്പോഴേ ഫ്ലോ താഴോട്ട് പോകുമ്പോ അത് BJPയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കൂടുതലോട്ട് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് എന്തായാലും അവരുടെ വോട്ട് ഷെയർ കുറയുകയാണല്ലോ. അവർ BJPയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടേതായ ചില ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആളുകൾ സെക്യുലർ അല്ലേ. പ്രവർത്തകരാണെങ്കിലും ഇപ്പം എല്ലാ പ്രവർത്തകരും അതിന്റെ നേതാക്കന്മാര് പറയുന്നത് പോലെ BJPയെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകളായിരിക്കില്ല. അപ്പൊ അങ്ങനെ സെക്യുലറായി ചിന്തിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ BJP വരുന്നതിന്റെ ഒരു ആശങ്ക കൂടിയുള്ള ആളുകളുണ്ടല്ലോ. ആ ആളുകൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യും. തർക്കം തന്നെ. ജനകീയ വിഷയങ്ങളിലേക്ക് വരണമെന്നുള്ളതായിരുന്നു തുടക്കം മുതൽ രാഹുലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കർഷക റാലി, ഇപ്പൊ BJP ഒക്കെ അത് നടത്തുന്നുണ്ട്. ഇലക്ഷന്റെ വിവാദങ്ങളിൽ നിന്നെല്ലാം മാറി ഇതിലേക്ക് കർഷക റാലി നടത്തുന്നതിനകത്തൊരു വലിയ കൗതുകവും ഒരു രസമൊക്കെ ഉണ്ട്. കാരണം ഈ ട്രാക്ടർ മാർച്ച് ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു തന്നെ ഇവരുടെ കർഷക വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങളും പരിപാടികളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഒരു നിയമം ഉണ്ടാക്കിയ BJP ആ ട്രാക്ടർ ഉരുട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ പശ്ചാത്താപവും പ്രായശ്ചിത്വവും. ഈ രാജ്യത്ത് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മാധ്യമ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കർഷക മാർച്ചിനെയൊക്കെ എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് അന്നത്തെ BJP നേതാക്കന്മാരെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ചില നേതാക്കന്മാരും ഇന്നലെ ട്രാക്ടർ മാർച്ചിന്റെയൊക്കെ ഭാഗമാകുമ്പം അത് ആ കർഷകരോടുള്ള ഒരു മാപ്പ് പറയലും ഏറ്റുപറച്ചിലും ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ നെൽകർഷകന് ന്യായമായ പണം ലഭിക്കാത്തതിന്റെ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുള്ളതാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യമായ ഉത്തരവാദിത്തമുള്ള ഒരു വിഷയത്തിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി മാത്രം ട്രാക്ടർ മാർച്ച് നടത്തുന്നത് അത് പശ്ചാത്താപം കൊണ്ടായിരിക്കാം. ഈ വിവാദ വിഷയങ്ങളിലേക്ക് ഇനിയും പോകുമോ രാഹുൽ? അതോ ഇത്തരം വിഷയങ്ങളിൽ അവര് വിവാദം മാത്രമാണല്ലോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിവാദമില്ല എങ്കിൽ അവർക്ക് എന്താ സ്പേസ് ഉള്ളത്? അപ്പൊ വിവാദമില്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന 2 പാർട്ടികൾക്ക് ഒരു സ്പേസും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് നികൃഷ്ടമായ മാർഗം ഉപയോഗിക്കുമെന്നുള്ളതിന്റെ ഉദാഹരണമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതിനു മുമ്പുണ്ടായിരുന്ന പെട്ടി വാർത്ത. അപ്പം ഈ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി പറയുകയാണ് ബിരിയാണിയും സ്പിരിറ്റും ഒക്കെ ഒഴുക്കുകയാണ്. അപ്പൊ ഈ പാലക്കാട്ടുകാർ ബിരിയാണിയും സ്പിരിറ്റും വാങ്ങി വോട്ട് ചെയ്യുന്നവരാണെന്ന് വരെ അധിക്ഷേപിക്കുന്ന നികൃഷ്ടമായ ശൈലികളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തും ചെയ്യുന്ന ആളുകളാണ്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്തും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ ജനങ്ങളെ പറ്റി പറഞ്ഞ് ജനങ്ങളോട് സംവദിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. കോൺഫിഡൻസ് കൂടിയോ ഈ സംഭവങ്ങളിലേക്കൊക്കെ? സ്വാഭാവികമായിട്ട് നമ്മൾ ആളുകളെ കാണുന്നതനുസരിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ആളുകളെ കാണുമ്പം അവരുടെ ഒരു സെക്യുലർ മൈൻഡ് സെറ്റ് കാണുമ്പോഴത്തേക്കിനും വളരെ കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്.
ഒരു കാര്യം കൂടി, ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രസിഡന്റിന്റെ പിറന്നാൾ ഇങ്ങനെ വെറുതെ വിടുകയാണോ പാലക്കാട് എത്തി? ഇല്ല, രാവിലെ ഇന്നലെ വൈകുന്നേരം രാത്രിയായിരുന്നു, കൽപ്പാത്തിയിൽ വെച്ചായിരുന്നു നമ്മൾ ഈ വിവരം പ്രസിഡന്റ് കൂടി നമ്മളോട് പറയുന്നത്. ഒളിച്ചു വെച്ചു. പെട്ടെന്നായിരുന്നു, കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഭയങ്കര തിരക്കുകളിലായിരുന്നു. ആ സമയത്തായിരുന്നു കൽപ്പാത്തി നിന്നാണ് അവിടുന്ന് ഒരു മധുരം നൽകി. ഇന്ന് മുതൽ പ്രവർത്തകരെല്ലാവരും ഒരുപാട് വിളിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും എല്ലാവരും ഒരുപാട് ആളുകൾ വിളിക്കുന്നത്, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അടുത്ത പോയിന്റുകളിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ കളറാകും. പാലക്കാട് അല്ലെങ്കിലും കളറാണല്ലോ. താങ്ക് യു. എന്തായാലും അത് തന്നെയാണ് രാഹുലിന്റെ ഈ പിറന്നാൾ ദിനം, തെരഞ്ഞെടുപ്പ് ദിനം വലിയ ആഘോഷങ്ങളിലേക്ക് കൂടി പോകുന്നു എന്ന് തന്നെ പറയാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്.